ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് മാരുതി ആൾട്ടോ ആണ് വണ്ടി. അപ്പൊ ഇതിന്റെ കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അതായത് വണ്ടി ഓടിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ വണ്ടി പെട്ടെന്ന് അങ്ങ് ഓഫ് ആയി പോയി. പിന്നീട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ബാറ്ററി കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്. എഞ്ചിൻ ക്രാങ്ക്, അതായത് എഞ്ചിൻ കറങ്ങുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഇതാണ് ഇതിന്റെ കംപ്ലൈന്റ്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്ന് ക്രാങ്ക് ചെയ്തേ, ഒന്നുകൂടെ ക്രാങ്ക് ചെയ്തേ, ഒന്നുകൂടെ ക്രാങ്ക് ചെയ്തേ. ഓക്കെ 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 മതി. അപ്പോൾ നമ്മൾ ക്രാങ്ക് ചെയ്യുന്ന അവസരത്തിൽ കറക്റ്റായിട്ട് എഞ്ചിൻ കറങ്ങുന്നുണ്ട്, ബാറ്ററിയിലെ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല, സ്റ്റാർട്ടർ മോട്ടറിനോ വേറെ പ്രശ്നങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഒന്ന് പെട്രോൾ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം, അതുപോലെ തന്നെ ഇതിന്റെ കറണ്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ആദ്യം നമുക്ക് കറണ്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. നമുക്ക് ക്രാങ്ക് ചെയ്തിട്ടുണ്ട്. ഈ പ്ലഗ് ഒന്ന് അഴിച്ചിട്ട് ജസ്റ്റ് ഈ ഇഗ്നിഷൻ കോയിലിൽ നിന്ന് സ്പാർക്ക് പ്ലഗിന്റെ ഭാഗത്തോട്ട് കോഡ് വയർ വഴി കറണ്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ഒരു കോഡ് വയർ ഇങ്ങോട്ട് ദൂരാം. അതിനുശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഇതിനുള്ളിലായിട്ടൊന്ന് ഇതിന് ഉള്ളിലെ ആ മെറ്റൽ, അകത്തെ ആ മെറ്റൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒന്ന് വെക്കുക. അതിനുശേഷം എവിടെയെങ്കിലും ഒരു മെറ്റൽ ഭാഗത്തോട്ട് എർത്ത് ചെയ്ത് മുട്ടിയെന്നില്ല എന്ന ആ ഒരു രീതിയിൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ക്രാങ്ക് ചെയ്യുക. അപ്പോൾ ക്രാങ്ക് ചെയ്യുമ്പോൾ ഇതിൽ സ്പാർക്ക് വരുന്നുണ്ടെങ്കിൽ സ്പാർക്ക് പ്ലഗിൽ കറണ്ട് വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഒന്ന് ക്രാങ്ക് ചെയ്തേ, ഒന്നുകൂടെ ക്രാങ്ക് ചെയ്തേ, ഒന്നുകൂടെ ക്രാങ്ക് ചെയ്തേ. ഓക്കെ ഓക്കെ വിട്ടോ. അപ്പോൾ ക്രാങ്ക് ചെയ്യുന്ന അവസരത്തിൽ ഇതിനകത്ത് കറണ്ട് വരുന്നില്ല, മീൻസ് പ്ലഗിനകത്തോട്ട് കറണ്ട് വരുന്നില്ല. അതാണ് ഇതിന്റെ ഒരു കംപ്ലൈന്റ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കണം. ഇതിനുള്ളിൽ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഉള്ളിലായിട്ടൊരു സെൻസർ വരുന്നുണ്ട്. ചിലപ്പോൾ ആ സെൻസറിന്റെ കംപ്ലൈന്റ് കൊണ്ട് വരാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇഗ്നിഷൻ കോയിലിന്റെ കംപ്ലൈന്റ് കൊണ്ട് വരാം. അപ്പോൾ ഇഗ്നിഷൻ കോയിലിൽ ഇനി കറണ്ട് വരുന്നുണ്ടോന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ചാവി ഓൺ ആക്കാം. അതുപോലെ തന്നെ നമ്മൾ ചാവി ഓൺ ആക്കുമ്പോൾ പമ്പ് മൂളിച്ച് കേൾക്കുന്നുണ്ട്, മീൻസ് പെട്രോളിന്റെ ഭാഗത്ത് ക്ലിയർ ആണെന്നാണ് അതിന്റെ അർത്ഥം. ചാവി ഓഫ് ചെയ്ത് ഓൺ ചെയ്തേ. ചാവി ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ ഒരു എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ടാങ്കിന്റെ ഭാഗത്തും പൊളിച്ച് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആ പെട്രോൾ ചീറ്റുന്നതിന്റെ ആയിട്ട് ആ റിട്ടേൺ പോകുന്നതിന്റെ ആ ഒരു പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ട്. ചാവി ഓഫ് ചെയ്ത് ഓൺ ചെയ്തേ. ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിനകത്ത് കറണ്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. നമ്മളിപ്പോൾ ചാവി ഓൺ ആക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കറണ്ട് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ലാമ്പ് എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു അറ്റം നെഗറ്റീവ് പോളിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോസിറ്റീവിലോട്ട് ചെക്ക് ചെയ്യുമ്പോൾ ബൾബ് കറക്റ്റ് ആയിട്ട് കത്തുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ കറണ്ട് വരുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ചാവി ഓൺ ആക്കുമ്പോൾ ഇതിൽ കറണ്ട് വരണം. ഇതിൽ നല്ല രീതിയിൽ ഒന്ന് പ്രകാശിക്കും. 12 വോൾട്ട് കറക്റ്റ് കയറി വരും. ഇവിടെ വരുമ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് റെസിസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇവിടെ വരുന്നത്. പക്ഷേ ഈ പോളിലും കറണ്ട് വരുന്നില്ല, ഈ പോളിലും കറണ്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇവിടെ കറണ്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇവിടെ ഈ ബ്ലാക്ക് വയറിൽ ഒരു പോസിറ്റീവ് വരും. ബ്ലാക്ക് വയറിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പോസിറ്റീവ് കത്തുന്നുണ്ട്. അതായത് ഈ പോളിൽ നോക്കുന്ന സമയത്ത് പോസിറ്റീവ് കത്തുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇവിടെ പോസിറ്റീവ് കറണ്ടാണ്. ഇതേ ബ്ലാക്ക് വയറോടെയാണ് ഇതിന്റെ ഈ ഭാഗത്തായിട്ട് പോസിറ്റീവ് ലൈനിൽ വരുന്നത്. പക്ഷേ ഈ പോസിറ്റീവ് ലൈനിൽ നമ്മൾ കൊടുക്കുമ്പോൾ ടെസ്റ്റ് ലാമ്പ് കത്തുന്നില്ല. പക്ഷെ ഈ ഭാഗത്ത് കൊടുക്കുമ്പോൾ ടെസ്റ്റ് ലാമ്പ് കത്തുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ അതിന്റെ മറുപോളിൽ നമുക്ക് നോക്കാം. മറുപോളിൽ നോക്കുമ്പോൾ ഇവിടെ എന്തോ ഒരു ലൂസ് കണക്ഷൻ ഇവിടെ ഉണ്ട്. കാരണം ഇവിടെ വരെ കറണ്ട് പ്രോപ്പർ ആണ്, പക്ഷെ ഇങ്ങോട്ട് നമ്മളിങ്ങനെ വലിച്ചു കണ്ട് ഈ ഇപ്പോൾ കട്ട് ഓഫ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ അനക്കുമ്പോൾ കറണ്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ കറണ്ട് വരുന്നുണ്ട്. ഇനി ഇതിൽ കറണ്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇതിൽ കറണ്ട് വരുന്നില്ല. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പ്രസ് ചെയ്തിട്ട് ഇത് അനക്കി നോക്കാം. അപ്പോൾ അനക്കി നോക്കുമ്പോൾ കറണ്ട് വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഇപ്പോൾ കട്ടായിട്ടുണ്ട്. മീൻസ് ഇവിടെയാണ് ഈ സോക്കറ്റിന്റെ ഭാഗത്താണ് ഇതിന്റെ വിഷയം വന്നിരിക്കുന്നത്. ഒന്നീ ഇതിനകത്ത് സോക്കറ്റിനകത്ത് ക്ലാവോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത് ചെറിയ മങ്ങിയ രീതിയിൽ കാണുന്നു. നമ്മൾ പിടിക്കുന്ന സമയത്ത് ഇവിടെ കറക്റ്റ് പോസിറ്റീവ് 12 വോൾട്ട് വരുന്നു. ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് താഴെ കിട്ടുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിൽ കറണ്ട് വരുന്നുണ്ട്. ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്കൊന്ന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, സ്റ്റാർട്ട് ആവുന്നുണ്ടോ എന്നുള്ളത്. ഇതില് കറക്റ്റ് സ്കൂട്ടർ എടുത്തേ. അപ്പൊ ഇതില് കറണ്ട് വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം. ക്രാങ്ക് ചെയ്ത്
ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പോസിറ്റീവ് ലൈൻ വരുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ആവുന്നത് നമുക്ക് എടുത്തു നോക്കാം. വണ്ടി ഓട്ടോമാറ്റിക് ഓഫ് ആവുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെയാണ് കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അനക്കുമ്പോൾ വണ്ടി ഓഫ് ആവണം. വണ്ടി ഇത് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വണ്ടിക്ക് നല്ല രീതിയിൽ മിക്സിങ് വരുന്നുണ്ട്. വണ്ടി ഇപ്പോൾ മിക്സിങ്ങോട് കൂടിയാണ് ഇപ്പോൾ വണ്ടി ഓഫായി. മീൻസ് ഈ സോക്കറ്റാണ് പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ക്ലാവ് ആണോ അതോ വയറിങ് വലിയതാണോ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വയർ ഓൾറെഡി ഇവിടെ സോക്കറ്റ് ടാഗ് അടിച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ ഈ കംപ്ലൈന്റ് ചിലപ്പോൾ കാരണം അതായിരിക്കണം ഈ ടാഗ് ഈ സോക്കറ്റ് തമ്മിൽ വെച്ചേക്കുന്നത്. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സോക്കറ്റ് ഊരി എടുക്കാനായിട്ട് സാധിക്കും. സോക്കറ്റ് ഊരുമ്പോൾ ഇതിനകത്ത് ചെറിയ രീതിയിലുള്ള ക്ലാവിന്റെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. വയർ ഇവിടെ ലൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഈ പറഞ്ഞ പോലെ ലൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും നമുക്ക് ഈ രണ്ട് സോക്കറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിടാം. ഫസ്റ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ട് കോൺട്രാക്ടർ ക്ലീനർ എടുത്തിട്ടുണ്ട്. ഈ കോൺട്രാക്ടർ ക്ലീനർ പെട്ടെന്ന് തന്നെ വേപ്പറായിട്ട് പോകും. നല്ല ഓയിൽ മയം ഇതിനകത്ത് കാണില്ല, പെട്ടെന്ന് വേപ്പറായിട്ട് പോകും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് നമുക്ക് ഒന്ന് സോക്കറ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കൊടുത്തു നോക്കാം. ഇനി ചാവി ഓൺ ആക്കിയിട്ട് ഇതിൽ പ്രോപ്പർ കറണ്ട് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ചാവി ഓൺ ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ലാമ്പ് വർക്കിംഗ് ആണ്. ഈ ഭാഗത്ത് നോക്കുമ്പോൾ കറണ്ട് വരുന്നുണ്ട്. ഈ ഭാഗത്ത് കറക്റ്റ് കറണ്ടും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആണ്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് ഒറ്റയടിക്കാൻ തന്നെ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നനക്കി നോക്കാം വണ്ടി ഓഫ് ആവുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ പിടിക്കുമ്പോഴും ഓഫ് ആവുന്നുണ്ട്. മീൻസ് ഈ ഭാഗത്ത് വയറിങ്ങിന് എവിടെയോ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ടത് ഈ ലൈൻ നമുക്ക് ബൈപ്പാസ് ചെയ്ത് കൊടുക്കാം. കാരണം സോക്കറ്റ് കട്ട് ചെയ്തിട്ട് വേണം ഡയറക്റ്റ് കൊടുക്കാം. കാരണം നീളവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് കൊടുക്കാം. ഏതായാലും നമ്മൾ ആ സോക്കറ്റ് അവിടെ നിർത്തിക്കൊണ്ട് ഇവിടുന്ന് ഒരു ലൈൻ നമ്മൾ ഇങ്ങോട്ട് ബൈപ്പാസ് ചെയ്ത് നമുക്ക് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ശകലം കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് മാറ്റാം. കാരണം ഇങ്ങനെ ഇപ്പോൾ വണ്ടി ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തേ. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. വേണ്ട, ഇപ്പോഴും മിസ്സിങ് കാണിക്കുന്നുണ്ട്. മീൻസ് ഇത് നമ്മൾ ക്ലീൻ ചെയ്താലും ഇതിനകത്തെ വയറിങ്ങിന്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെ ഈ വണ്ടി ഓഫായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബൈപ്പാസ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ആ ഒരു ഇൻസേഷൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആ കവർ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വയർ പിരിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തായാലും ഒരു കട്ടിങ് കാണും. അപ്പോൾ ഇവിടുന്ന് ഒരു വയർ എടുത്തിട്ട് നമുക്ക് നേരെ ഈ ഭാഗത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതും നമ്മൾ ബൈപ്പാസ് ചെയ്ത് വിടുകയാണ്. കാരണം നമ്മൾ ഒരെണ്ണം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഈ വയറിന് പിന്നെയും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വണ്ടി ഓടത്തിൽ ഓഫ് ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് ഒരു ലൈൻ എടുത്ത് ഇങ്ങനെ കൊടുക്കുന്നു, ഇവിടുന്ന് ഒരു ലൈൻ എടുത്ത് ഇങ്ങനെ കൊടുക്കുന്നു. ഈ സോക്കറ്റ് നമ്മൾ അങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ ആ വയറും കാര്യങ്ങളും നമുക്ക് കൊടുത്തിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ വയർ കൊടുക്കാനായിട്ട് ഇതിന്റെ ഇൻസുലേഷൻ കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഇൻസുലേഷൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വയർ കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് തന്നെ ഇത് സോൾഡർ ചെയ്ത് വെക്കുക. ഇത് സോൾഡർ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടറൊക്കെ അനങ്ങുന്ന സമയത്തൊക്കെ, കാരണം ഇത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് വൈബ്രേഷൻ വരും. വൈബ്രേഷൻ വന്നിട്ട് ലൂസ് ആയി കഴിഞ്ഞാൽ പിന്നെയും ഈ പറഞ്ഞ പോലെ മിസ്സിങ് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ സോൾഡർ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ വയറിങ് കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. രണ്ട് ലൈനും ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. സോൾഡർ അങ്ങനെ സോക്കറ്റ് അങ്ങനെ തന്നെയാണ് നമ്മളത് നിർത്തിയേക്കുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് വയറും നമ്മൾ സോൾഡർ ചെയ്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോൾഡർ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൈബ്രേഷനിൽ ഈ വയർ ലൂസ് ആയി കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ ക്ലാവൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടിങ് പടിയൊക്കെ വരും. ചിലപ്പം മിസ്സിങ് ഒക്കെ വരും. മിസ്സിങ് വന്നിട്ട് പിന്നെ നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ മാറും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വയർ ലൂസിൻ്റെ ആയിരിക്കും പ്രശ്നം വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പൊട്ടി അടിക്കാൻ തന്നെ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. നമ്മൾ ഇത് അനക്കുന്ന സമയത്ത് എങ്ങനെ ഓടിച്ചെന്ന് പറഞ്ഞാലും ഇവിടെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും, എങ്ങനെ ഓടിച്ചെന്ന് പറഞ്ഞാലും വേറെ മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തേ. അപ്പോൾ വണ്ടിക്ക് വേറെ മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്കയായിട്ട് തന്നെ വണ്ടി സ്റ്റാർട്ട് ആവും. നോക്കി സ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ, അപ്പോൾ മാരുതി സുസുക്കി ആൾട്ടോ ആണ് വണ്ടി. ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് പെട്രോളിന്റെ ആ മൂളിച്ചയും കാര്യങ്ങളെല്ലാം ഉണ്ട്.
ഈ ഭാഗത്തും ആ പെട്രോൾ റിട്ടേൺ പോകുന്നതിന്റെ ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. നമ്മൾ കോഡ് വയർ അഴിച്ചിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ക്രാങ്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ സ്പാർക്ക് പ്ലഗിൽ കറണ്ട് വരുന്നില്ല. മീൻസ് അവിടെ ഒരു നല്ല രീതിയിലുള്ള സ്പാർക്ക് വരണ ഏതെങ്കിലും ബോഡിയിലോട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്രൂ ഡ്രൈവർ പിടിക്കുന്ന അവസരത്തിൽ നമ്മൾ താഴോട്ട് ആ മെറ്റൽ ഭാഗത്ത് കയറി പിടിച്ചു കഴിഞ്ഞാൽ അഥവാ സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നല്ലപോലെ എയർത്തടിക്കാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോക്കറ്റിന്റെ അവിടുന്ന് ആ സോക്കറ്റിന്റെ ലൂസ് കണക്ഷൻ ആണ് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞപ്പം ഒന്ന് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ നനക്കുന്ന സമയത്ത് പിന്നെ ആ ഒരു മിസ്സിങ് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ വയർ ബൈപ്പാസ് ചെയ്തിട്ട് അപ്പോൾ മാരുതി സുസുക്കി ആൾട്ടോയുടെ ആ സ്റ്റാർട്ടിംഗ് ട്രബിളിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ക്രാങ്ക് ആവുന്നുണ്ട്, പക്ഷെ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ ഈ ഇങ്ങനെ സ്റ്റാർട്ട് ആവാത്ത അവസരത്തിൽ നമ്മൾ ഈ സോക്കറ്റിലൊക്കെ നമ്മളിപ്പോൾ വഴിയിലൊക്കെ പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അതിന്റെ ആ കോൺടാക്ട്, അതായത് എഞ്ചിൻ ചിലപ്പോൾ ഗിയറൊക്കെ ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് ക്ലച്ച് ചെയ്ത് കാലെടുക്കുമ്പോഴൊക്കെ ആ എഞ്ചിനിലുള്ള ആ വൈബ്രേഷൻ കൊണ്ട് ഈ സോക്കറ്റിനകത്ത് ചെറിയ ക്ലാവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ സംഭവിക്കാം. അല്ലെങ്കിൽ വയറ് വലിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഇതുപോലൊക്കെ സംഭവിക്കാം. അപ്പൊ ഈ സോക്കറ്റിൽ അങ്ങനെ നമ്മൾ ക്രാങ്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ വഴിയിലൊക്കെ പെട്ട് കിടക്കാന്ന് ജസ്റ്റ് ആ സോക്കറ്റിൽ നിന്ന് അമക്കുമ്പോഴൊക്കെ സ്റ്റാർട്ട് ആവുന്നുണ്ടെങ്കിൽ ആ ഡയറക്റ്റ് കൊടുത്തോ അല്ലെങ്കിൽ അവിടുന്ന് ഒരു പിന്ന് ഡയറക്റ്റ് കൊടുത്തോ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ മാരുതി സുസുക്കി ആൾട്ടോയിലെ സ്റ്റാർട്ടിംഗ് ട്രബിളിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.